ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസിലെ പാർട്ട് 9 ആണ്. അതായത് പാർട്ട് 5-ൽ 4 സ്കോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലിമിറ്റിംഗ് റീഏജൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലത്തിൻ്റെ കാൽക്കുലേഷനാണ് ഇന്ന് നമ്മൾ പാർട്ട് 9-ൽ ചെയ്യുന്നത്. ദെൻ ആ ക്വസ്റ്റ്യൻ നോക്കാം. 50 കിലോഗ്രാം ഓഫ് നൈട്രജൻ ആൻഡ് 10 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ആർ മിക്സ്ഡ് ടു പ്രൊഡ്യൂസ് അമോണിയ. കാൽക്കുലേറ്റ് ദി അമോണിയ ഫോംഡ്. ഐഡൻറ്റിഫൈ ദി ലിമിറ്റിംഗ് റീഏജൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ലിമിറ്റിംഗ് റീഏജൻറ്റ് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതിൽ ഒരു വളരെ നമ്മുടെ NCERT ടെസ്റ്റുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ 2-3 വീഡിയോസിലൊക്കെ ലിമിറ്റിംഗ് റീഏജൻറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കൂടി കാണുക. അതിനുശേഷം ഇതും കൂടി ചെയ്ത് പഠിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റിംഗ് റീഏജൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നു N2 + H2 gives NH3. അതായത് നമ്മൾ നൈട്രജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം അമോണിയ. ഇതാണ് ഇക്വേഷൻ. പക്ഷേ നമ്മൾ ലിമിറ്റിംഗ് റീഏജൻറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ഫസ്റ്റ് പോയിൻ്റ് അതാണ്, ഇക്വേഷൻ ബാലൻസ് ചെയ്തിരിക്കണം. അതായത് ഇവിടെ 2 നൈട്രജൻ ഉള്ളതുകൊണ്ട് റൈറ്റ് സൈഡിൽ 2 കൊടുത്തു, ഹൈഡ്രജൻ 6 ആവും, ദെൻ 3 കൊടുത്തു. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1 mole ഓഫ് നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 mole ഓഫ് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് 2 moles ഓഫ് അമോണിയ. ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് എന്നിട്ട് അവിടെ മനസ്സിലാക്കിയ കാര്യവും നമ്മൾ അവിടെ എഴുതണം. 1 mole ഓഫ് നൈട്രജൻ റിക്വേഴ്സ് 3 moles ഓഫ് ഹൈഡ്രജൻ ടു ഫോം 2 moles ഓഫ് അമോണിയ. ഇതാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു പോയിന്റ് അതാണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. നൈട്രജൻ 1 mole അല്ല തന്നിരിക്കുന്നത്, പകരം നൈട്രജൻ 50 കിലോഗ്രാം നൈട്രജൻ എടുത്തിട്ടുണ്ട്, 10 കിലോഗ്രാം ഹൈഡ്രജനും എടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര അമോണിയ ഫോം ചെയ്യുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര അമോണിയ ഫോം ചെയ്യുന്നു? എമൗണ്ട് ഓഫ് അമോണിയാണ്, അമോണിയയുടെ അളവ്. ഇത്രയും എമൗണ്ട് നൈട്രജനും ഹൈഡ്രജനും എടുക്കുമ്പോൾ അമോണിയ എത്ര അളവ് ഫോം ചെയ്യുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മോൾ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഈ കിലോഗ്രാം സബ്സ്റ്റൻസുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ഏതാണ് ലിമിറ്റിംഗ് റീഏജൻറ്റ്? ലിമിറ്റിംഗ് റീഏജൻറ്റ്, ഈ 2 പോയിൻ്റാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. മറ്റൊരു പോയിന്റ് നമുക്കറിയാം, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഒരു മാസ് ഉണ്ടായിരിക്കും. ഒരു മോളിക്യൂൾ ആണെങ്കിൽ അതിനൊരു മോളിക്കുലാർ മാസ് ഉണ്ടായിരിക്കും. അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ നൈട്രജൻ 714 ആണ്. അപ്പോൾ ഈ നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 14 ആണ്. നൈട്രജൻ മോളിക്യൂൾ എടുക്കുമ്പോൾ 28 ആകും. അപ്പോൾ 28, ഇതിൻ്റെ 28 എടുക്കുന്നു, ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു, 28 ഗ്രാം. അപ്പോൾ 1 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1 മോൾ നൈട്രജൻ മീൻസ് 28 ഗ്രാം ഓഫ് നൈട്രജൻ എന്നാണ്. അതായത് 28 ഗ്രാം നൈട്രജൻ എടുക്കുമ്പോൾ അതിനകത്ത് 1 മോൾ നൈട്രജൻ ഉണ്ട്. ഇനി ഹൈഡ്രജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹൈഡ്രജൻ H11 ആണ്. 1 മോളിക്കുലാർ മാസ് 1, ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുമ്പോൾ 2 ആകും, ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 2 ഗ്രാം ആണ് വരുന്നത്. അപ്പോൾ അവിടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2 ഗ്രാം ഹൈഡ്രജൻ നമ്മൾ എടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് 1 മോൾ ആണ്. ഇനി അമോണിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അമോണിയയുടെ ഫോർമുല NH3 ആണ്. ഇത് 14 + 3 വരും, ദാറ്റ് ഈസ് 17. ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 17 ഗ്രാം. അപ്പോൾ 17 ഗ്രാം അമോണിയ എടുക്കുമ്പോൾ അതിനകത്ത് 1 മോൾ അമോണിയ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ മോൾ കോൺസെപ്റ്റാണ് ഉള്ളത്. അപ്പോൾ ഇനി മോൾ കോൺസെപ്റ്റിനെ നമ്മൾ ഗ്രാമിലുള്ള കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 1 മോൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിനൊരു ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ടായിരിക്കും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 1 മോൾ നൈട്രജൻ മീൻസ് 28 ഗ്രാം, 1 മോൾ ഹൈഡ്രജൻ മീൻസ് 2 ഗ്രാം, 1 മോൾ അമോണിയ മീൻസ് 17 ഗ്രാം അമോണിയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 50 കിലോഗ്രാം നൈട്രജൻ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50 കിലോഗ്രാം നൈട്രജൻ എടുക്കുമ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് 50 കിലോഗ്രാം, അതായത് 28 ഗ്രാം നൈട്രജനിൽ 1 മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 50 കിലോഗ്രാം നൈട്രജനകത്ത് എത്ര മോൾസ് ഉണ്ട്? അതാണ് ഫസ്റ്റ് പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്, നമ്മൾ ഓർക്കണം. അതായത് 50 കിലോഗ്രാം ഓഫ് നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് 28
ഗ്രാമിനകത്ത് 1 മോൾ ഉണ്ട് എങ്കിൽ 50 കിലോഗ്രാമിൽ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. 1/28 ഇൻറ്റു 50 ഇൻറ്റു കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 1000 ആകുന്നു. കാരണം നമുക്കിവിടെ 28 ഗ്രാം, അതായത് 28 ഗ്രാം നൈട്രജൻ എടുക്കുമ്പോൾ അതിനകത്ത് 1 മോൾ നൈട്രജൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം നൈട്രജൻ എടുക്കുമ്പോൾ അതിനകത്ത് 1/28 മോളായിരിക്കും നൈട്രജൻ ഉള്ളത്. 1 ഗ്രാം അങ്ങനെയാണെങ്കിൽ 50 കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. 50 കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുന്നു. 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10³ ഗ്രാം ആയിരിക്കും. 50 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 50 ഇൻറ്റു 10³ ഗ്രാം ആണ്. അപ്പോൾ 50 കിലോഗ്രാമിനകത്ത്, അതായത് 1 ഗ്രാമിൽ 1/28 ഇൻറ്റു 50 ദെൻ 10³ അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇത് ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്രയും 17.86 ഇൻറ്റു 10² മോൾ നൈട്രജൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി കാണും. ക്വസ്റ്റ്യനിൽ 50 കിലോഗ്രാം നൈട്രജൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ, ഹൈഡ്രജൻ്റെ കേസിൽ ഇവിടെ പറഞ്ഞു 2 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 മോൾ ഹൈഡ്രജൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1/2 മോൾ ഹൈഡ്രജൻ ആയിരിക്കും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാം എടുക്കുന്നു. ദാറ്റ് ഈസ് 10 കിലോഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 10 കിലോഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 10 ഇൻറ്റു കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 10³ 5 ഇൻറ്റു 10³ മോൾ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് 10 കിലോഗ്രാം ഹൈഡ്രജനകത്ത് അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ്റെ മോൾസിൻ്റെ എണ്ണമാണ് 5 ഇൻറ്റു 10³ മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് നോക്കണം. അതായത് നമ്മുടെ കയ്യിൽ 1 മോൾ നൈട്രജൻ എടുത്താൽ നമുക്ക് 3 മോൾ ഹൈഡ്രജൻ വേണം. ഇവിടെ 17.86 ഇൻറ്റു 10² മോൾ നൈട്രജൻ എടുത്താൽ എത്ര ഹൈഡ്രജൻ വേണം? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, അടുത്ത പോയിന്റ് അതാണ്. അതായത് 1 മോൾ നൈട്രജൻ എടുത്താൽ അതിനകത്ത് 3 മോൾസ് ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 50 കിലോഗ്രാം എടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മോൾ 17.86 ഇൻറ്റു 10² മോളാണ്. അപ്പോൾ 17.86 ഇൻറ്റു 10² മോൾ നൈട്രജൻ എടുത്താൽ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം? ദ മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വേർഡ്, ഹൈഡ്രജൻ്റെ എണ്ണം എത്ര ആണ്? നമ്മുടെ കയ്യിൽ ഉള്ളത് 5 ഇൻറ്റു 10³ മോളാണ്, പക്ഷേ എത്ര എണ്ണം വേണം? അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് വളരെ ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് പിന്നെ നമുക്കറിയാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 മോൾ എടുത്താൽ 1 മോൾ നൈട്രജൻ എടുത്താൽ അതിന് ഹൈഡ്രജൻ 3 മോൾ ഹൈഡ്രജൻ വേണം. 1 മോൾ നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 മോൾ ഹൈഡ്രജൻ വേണം. അത് ബാലൻസ് ഇക്വേഷൻ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റാണ്. 1 മോൾ എടുത്താൽ 3 മോൾ വേണം, എന്നാൽ ഇൻറ്റു 17.86 ഇൻറ്റു 10² എടുത്താൽ എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 17.86 ഇൻറ്റു 10² എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസർ 5.36 ഇൻറ്റു 10³ മോൾ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 17.86 ഇൻറ്റു 10² മോൾ നൈട്രജൻ എടുക്കുമ്പോൾ അതിനാവശ്യമുള്ള ഹൈഡ്രജൻ 5.36 ഇൻറ്റു 10³ മോൾ ഹൈഡ്രജൻ ആണ് അതിനാവശ്യമുള്ളത്. അതായത് 17.86 ഇൻറ്റു 10² മോൾ നൈട്രജൻ എടുക്കുമ്പോൾ ഹൈഡ്രജൻ എത്ര അളവ് വേണം? 5.36 ഇൻറ്റു 10³ പക്ഷേ നമ്മൾ 10 കിലോഗ്രാം ആണ് എടുത്തിരുന്നത്. 10 കിലോഗ്രാമിൽ അടങ്ങിക്കുന്ന മോൾ എന്ന് പറയുന്നത് 5 ഇൻറ്റു 10³ ആണ്. 5 ഇൻറ്റു 10³ മോളാണ് വേണ്ടത്. 5.36 അപ്പോൾ ഇവിടെ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വെച്ചാണ് ലിമിറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് അമോണിയ എത്ര എന്നുള്ളതാണ്. ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 3 മോൾ ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ ഓഫ് അമോണിയ. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷനകത്ത് അതായത് 1 മോൾ നൈട്രജൻ reacts with 3 mole hydrogen to form 2 mole ammonia. That is നമുക്കറിയാവുന്ന ഒരു പോയിന്റ് 3 mole of hydrogen gives 2 mole of ammonia. 3 mole hydrogen എടുത്താൽ 2 മോൾ അമോണിയ ഫോം ചെയ്യുന്നു എന്ന് അവിടെ ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ 3 മോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മോൾ ഹൈഡ്രജൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്? 10 കിലോഗ്രാം ഹൈഡ്രജൻ ആണ് നമ്മൾ എടുക്കുന്നത്. 10 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണുള്ളത്. ആ 10 കിലോഗ്രാം ഹൈഡ്രജൻ ഇക്വലൻ്റ് ആയിട്ടുള്ള മോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 5 ഇൻറ്റു 10³ മോൾ. 5 ഇൻറ്റു 10³ മോൾ ഹൈഡ്രജൻ. അതായത് 5 ഇൻറ്റു 10³ മോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ എത്ര
മോൾ അമോണിയ ഫോം ചെയ്യും. 3 മോളിന് ദാറ്റ് ഈസ് 3 മോളിന് 2 മോൾ ഹൈഡ്രജൻ ഫോം ചെയ്യും. 3 മോൾ എടുത്താൽ 2 മോൾ അമോണിയ, 3 മോൾ ഹൈഡ്രജൻ എടുത്താൽ 2 മോൾ അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ എടുത്താൽ എത്ര അമോണിയ ഫോം ചെയ്യും? 2/3 മോൾ ഓഫ് അമോണിയ ഫോം ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 2/3 എന്ന് പറയുന്നത്. 2/3 ഓഫ് അമോണിയ ഇൻറ്റു നമ്മൾ എടുത്തിരിക്കുന്ന 5 മോൾ, 5 × 10⁻³ മോൾ, 5 × 10⁻³ മോൾ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദിസ് വൺ, 3.3 × 10⁻³ ദാറ്റ് ഈസ് 5 × 2 10, 10/3, 10/3 എടുക്കുമ്പോൾ കിട്ടുന്നതാണ് 3.3 × 10⁻³ മോൾ അമോണിയ. അതായത് 1 മോൾ അമോണിയയുടെ മാസ് 17 ഗ്രാം ഓഫ് അമോണിയാണ്. അതായത് ഗ്രാം മോളിക്കുലാർ മാസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 1 മോൾ അമോണിയ എടുത്താൽ അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 17 ഗ്രാം ആണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന മോൾ 3.3 × 10⁻³ മോൾ അമോണിയാണ്. ദാറ്റ് ഈസ് ദെർഫോർ അതിൻ്റെ മാസ് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എമൗണ്ട് ഓഫ് അമോണിയയാണ്. ദാറ്റ് ഈസ് 3.3 × 10⁻³ മോൾ ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് 1 മോൾ എടുത്താൽ അതിൻ്റെ മാസ് 17 ആണ്. അങ്ങനെയാണെങ്കിൽ 3.3 × 10⁻³ എടുത്താൽ ഇൻറ്റു 3.3 × 10⁻³ എന്ന് എടുത്താൽ മതി. ദാറ്റ് ഈസ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. 1 മോൾ അമോണിയയുടെ മാസ് ഗ്രാം മോളിക്കുലാർ മാസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നൈട്രജൻ്റെ 14, ഹൈഡ്രജൻ്റെ 3 ദാറ്റ് ഈസ് 17 ഗ്രാം. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞാണ് 17 ഗ്രാം അമോണിയ. 1 മോൾ അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസാണ് 17 അമോണിയ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എത്ര അമോണിയ അവിടെ ഫോം ചെയ്യുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 3.3 × 10⁻³ മോൾ അമോണിയാണ് ഫോം ചെയ്യുന്നത്. അതിനെ ഗ്രാമിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ 1 മോൾ 17 ആണെങ്കിൽ 3.3 × 10⁻³ മോൾ കണ്ടുപിടിക്കാൻ 17 × 3.3 × 10⁻³ മോൾ എടുത്താൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 56.1 × 10⁻³ ഗ്രാം അമോണിയ എന്നാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 56.1 × 10⁻³ ഗ്രാം ആണ്. ഇതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 10⁻³ മാറ്റിയാൽ മതി. ദാറ്റ് ഈസ് 56.1 കിലോഗ്രാം ഓഫ് അമോണിയ. ഇതല്പം സ്റ്റെപ്പ് കൂടിയൊരു പ്രോബ്ലമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട പോയിന്റ് മോൾ കോൺസെപ്റ്റ് വെച്ച് 1 മോൾ എന്നുള്ളത് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസ്, ഇപ്പോൾ നൈട്രജൻ ആയാലും ഹൈഡ്രജൻ ആയാലും അമോണിയ ആയാലും ഏതായാലും അതിനൊരു ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട്. 1 മോൾ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ഗ്രാമിലോ കിലോഗ്രാമിലോ തന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, മോൾ കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ആ മോൾ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. That is 1 mole of nitrogen reacts with 3 moles of hydrogen to give 2 moles of ammonia എന്ന് പറയുന്ന ആ ഇക്വേഷൻ അതുണ്ടെങ്കിൽ മാത്രമേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നന്നായി പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുപോവുക. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.